ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മൾ ഇന്ന് ഒരു അടിപൊളി ഫ്ലവറാണ് ചെയ്ത് നോക്കുന്നത്. ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഫ്ലവർ ചെയ്ത് നോക്കാം നമുക്ക് നോക്കാം. A4 ഷീറ്റ് പേപ്പറിനകത്ത് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു 8 പീസ് കിട്ടും. 8 പീസ് ആകുമ്പോൾ നമുക്ക് 2 പൂ ഉണ്ടാക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു പൂ ഉണ്ടാക്കുന്നത് കാണിക്കാം. നമുക്ക് വെട്ടിവെച്ച ഒരു പേപ്പർ ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കിയിട്ട് നമുക്ക് ജോയിൻ്റ് ഉള്ള ഭാഗം താഴോട്ട് ആക്കണം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ഇല്ലെങ്കിൽ ഒരു രൂപയുടെ കോയിൻ വെച്ചിട്ട് വെട്ടിയെടുത്താലും മതി. അതേപോലെ നമുക്ക് അത് 4 വെട്ടിയെടുക്കണം. പിന്നെ ഇത് കണ്ടോ, തുമ്പ് ഭാഗം ഒന്ന് വെട്ടിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഓരോ പൂവ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കത്രിക വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വിരിയിച്ചെടുക്കണം. അതേപോലെ 4 വിരിയിച്ചെടുക്കണം. പിന്നെ ഒരെണ്ണം എടുത്തിട്ട് അതിൽ നിന്ന് ഒരെണ്ണം വെട്ടിക്കളയണം. പിന്നെ അടുത്ത പൂവ് എടുത്തിട്ട് അതിൽ നിന്ന് 2 വെട്ടിക്കളയണം. വെട്ടിക്കളയാന്ന് വെച്ചത് കളയാനല്ല, ഇത് ഈ പൂവിനകത്ത് തന്നെ വെച്ച് ചേർക്കാനുള്ളതാണ്. 2 വെട്ടിക്കളഞ്ഞില്ലേ, അതേപോലെ 3ാമത്തതും വെട്ടിക്കളയണം. 3 ഇതളും വെട്ടിക്കളയണം. എന്നിട്ട് നമുക്ക് ഇത് വലുത് ചെറുത് എന്നുള്ള രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുക്കുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചില്ലേ, അത് വേണം ആദ്യം വെക്കാൻ. അതിൻ്റെ മുകളിൽ വേണം ചെറുത് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്ത് വെക്കാനായിട്ട്. കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്ത് നമ്മൾ പശ തേച്ചിട്ട് ഇതേപോലെ വലുത് അതിൻ്റെ ചെറുത് അങ്ങനെ രീതിയിൽ നമുക്ക് ഇതൊന്നും വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ വെട്ടിക്കളയണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ട് ഇതേപോലെ വെക്കാനാണ്. കണ്ടോ, കുഞ്ഞു കുഞ്ഞ് ഇതളുകളായിട്ട് കണ്ടില്ലേ. അതാ ഞാൻ പറഞ്ഞത് വെട്ടിക്കളയാനല്ല, ഇതിൽ തന്നെ വെച്ച് ചേർക്കാനാണെന്ന്. കണ്ടില്ലേ നമ്മളെ പൂവ്. ഞാൻ പിന്നെ ഒരു സ്റ്റിക്ക് പോലെ പേപ്പർ റോൾ ചെയ്തിട്ട് അത് സ്റ്റിക്ക് പോലെ ആക്കി പിന്നെ ലീഫും ചെയ്തെടുത്തു. താങ്ക് യു ഫോർ വാച്ചിങ്. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.